എന്നേക്കടി കുഞ്ഞേ ബാ. പ്രിയങ്ങളെ, അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നല്ല മഴയാണ്. ഞങ്ങള് ഒരു സൺഡേ സ്കൂളിന്റെ പരീക്ഷയാണ്. അതുകൊണ്ടൊരു കുഞ്ഞ ടെൻഷനൊക്കെ മോനിക്കുട്ടുന്നുണ്ട്. മോനിക്കുട്ട നേരത്തെ പരീക്ഷ എന്നൊന്നും പറഞ്ഞ വലിയ ടെൻഷൻ ഇല്ലാത്ത ആളായിരുന്നു. ഇപ്പൊ ഞാൻ പറഞ്ഞ് പേടിക്കാനൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞാൽ കൊണ്ടുപോകും. ഞങ്ങൾ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് സൺഡേ സ്കൂളിന്റെ പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് വരാം. തോർന്നു മഴ. കയറി താമസത്തിന്റെ അന്നിട്ട ഡ്രസ്സാണ് പിന്നെ ഇന്നാ ഞാൻ ഇടുന്നത്. പക്ഷെ ഇതിന്റെ കളർ ഇളകി കേട്ടോ. ഈ ലേസ് ഇവിടെ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. ആ ലേസിന്റെ കളർ ഇളകി ഡ്രസ്സ് പിടിച്ചിട്ടുണ്ട് കുറച്ച്. കുഴപ്പമില്ല. അപ്പൊ നമ്മുടെ പരീക്ഷയായിരുന്നു. പേടിക്കൊന്നും വേണ്ട. പരീക്ഷയ്ക്ക് നമ്മള് പരീക്ഷ എഴുതും. കുഞ്ഞിനോട് ചോദിക്കുമായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, ആരും പേടിക്കൊന്നും വേണ്ട. നമ്മുടെ പള്ളിയല്ലേ, നമ്മുടെ പരീക്ഷയല്ലേ, നമ്മൾ പഠിച്ച് നമ്മുടെ യേശുവിനെ പറ്റിയല്ലേ കുഞ്ഞു ചോദിക്കുന്നത്. നമുക്ക് അറിയാവുന്നതൊക്കെ നമ്മൾ എഴുതി വെക്കാം കേട്ടോ. അതിന് ആരും ടെൻഷൻ അടിക്കുകയും പേടിക്കുകയും ഒന്നും വേണ്ട. ക്വസ്റ്റ്യൻ ഒക്കെ വായിച്ചു നോക്കുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ബ്ലാങ്ക് ആയിട്ട് വരുന്നത് എനിക്ക് ഒന്നും അറിയത്തില്ല എന്ന് തോന്നിപ്പോ. നിങ്ങൾ പേടിക്കണ്ട, അത് നമുക്ക് എന്റെ കയ്യിൽ പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയാലും ഞാൻ അങ്ങനെ ആയിരിക്കും. അപ്പൊ നമ്മളെല്ലാവർക്കും അങ്ങനെ. രണ്ട് ക്ലാസ് അടുത്തിരിപ്പുണ്ട്. എവിടെയും ഒരേ ക്ലാസ്സിലുള്ളവർ അടുത്തിരിപ്പുണ്ടോ? ഫ്രണ്ടിലോ സൈഡിലോ ഒരേ ക്ലാസ്സിലുള്ളവരുണ്ടോ? 21 ആരുടെ മരിച്ചു. അവിടെ കടയില്ലല്ലോ ഇപ്പൊ. എന്താ ഞായറാഴ്ച കടയില്ല. എനിക്ക് വേണോ ഒരാഗ്രഹം കുടിക്കാൻ. അവിടെ ഉണ്ട് മറ്റേ സ്ഥലത്ത് സൂപ്പർ മാർക്കറ്റിന്റെ ഇല്ലേ, ഇപ്പൊ പറഞ്ഞില്ലേ അവിടെ.
ചെറുത് മതി, ചെറുത് മതിയോ? ആ അത് മതി, ഒരെണ്ണം മതി, വല്ലപ്പോഴും മതിയല്ലോ. കുഞ്ഞോ പോളിയോ മരുന്ന് കുടിച്ചോ? പോളിയോ കുടിച്ചോ? ആ അതെ പമ്പേ. ഓട്ടോ ഓട്ടോ എന്തോ പീപ്പി കഴുകിയോ? ആരുടെ പീപ്പിയാ? ആണോ? അപ്പൂപ്പാച്ചിയുടെ പീപ്പിയാണോ? കുഞ്ഞു ഓടിക്കോ? കുഞ്ഞു ഓടിക്കോ പീപ്പി? ഞാൻ ഓടിച്ചോണ്ട് പോവാ വണ്ടി കാർ ഞാൻ ഓടിക്കട്ടെ. ചാച്ച ഓടിക്കോ? മറ്റേ കളി ഓ ചേച്ചി ഓടിക്കോ? മഴ നനഞ്ഞ് മഴ തോർന്നുടനെ ഞങ്ങളെ ഇറങ്ങിയതാ പ്രിയങ്ങളെ. മഴയായിരുന്നു. നനഞ്ഞ് ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് പോരുന്നു. എനിക്കാണെങ്കിൽ കുറച്ച് തുണികൾ കഴുകാനൊക്കെ ഉണ്ട്. ഉച്ചക്കലത്തേക്ക് ഒന്നും ഇരിപ്പില്ല കറി വെക്കാൻ വേണ്ടിട്ട്. മുട്ട മേടിച്ചിട്ടുണ്ട്. മുട്ട പൊട്ടിച്ചു കൊണ്ടുവന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊണ്ട് തട്ടിയത്. വന്ന വഴിക്ക് സൂപ്പർ മാർക്കറ്റിൽ കയറി 10 മുട്ടയും പാലും അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ടെങ്കിൽ പോയിരുന്നു. പൊട്ടി വെക്കളെ മുട്ട. ഞാന് ഇടയ്ക്ക് ഒരു പച്ച നൈറ്റ് വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. ആ നൈറ്റിന്റെ കൂടെ മാറി വെച്ചിരുന്ന നൈറ്റ് ഉണ്ട് കേട്ടോ. പ്രിന്റ് ഒന്നും ഇല്ലാത്ത ഒറ്റ കളർ നൈറ്റ് എനിക്ക് വളരെ കുറവാണ്. ഭയങ്കര കളറാണ്. മജന്ത കളർ, നേവി ബ്ലൂ കളർ, ചെസ്റ്റ് പോർഷൻ ഒറ്റ കളർ. സൈസ് ഒന്നും ഓർഡർ ചെയ്യണ്ടായിരുന്നു. എല്ലാം കറക്റ്റ് സൈസ് ആയിരുന്നു എന്തായാലും. ഇപ്പോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും ഇരിക്കില്ല. എനിക്ക് ഇന്നലെ ഫുള്ള് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒന്നും കിടക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റിയില്ല. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ഞാൻ വിചാരിച്ചിരുന്നു എനിക്ക് എന്തായാലും ഒന്ന് കിടക്കണമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് 2 മുട്ട വറുത്ത്, മോരുകറി 2 കടുമാങ്ങയുണ്ട്, അതൊക്കെ കൂട്ടി കഴിക്കാം. പിന്നെ വൈകിട്ടത്തേക്ക് നോക്കാം, ആവുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കും, അല്ലെന്നുണ്ട് എന്തെങ്കിലും സ്പെഷ്യൽ വാങ്ങിക്കാം എന്നാണ് എൻ്റെ ഒരു തീരുമാനം. എനിക്കൊന്ന് കിടക്കണം, ഒന്ന് ഉറങ്ങണം. പള്ളിയിൽ നിന്ന് 2 ഇഡലിയും സാമ്പാറും കഴിച്ച് എനിക്ക് വിശക്കുന്നുണ്ട്. 2 പഴം കഴിക്കും. കുറച്ച് തുണികളുള്ളത് ഞാൻ വാഷിംഗ് മെഷീനകത്തോട്ട് എടുത്തിട്ട് കേട്ടോ. ഞാനൊരു കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ പ്രിയങ്ങളെ. വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്, പറ്റുവാന്ന് ചെയ്യും. അല്ലെന്നുണ്ടെങ്കിൽ ഒന്ന് കിടക്കുക. ഉറക്കം വന്നായിരുന്നെങ്കിൽ അങ്ങ് ഉറങ്ങായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഉറക്കം വരും. അന്നേരം ചിലപ്പോൾ കിടക്കാൻ പറ്റുന്ന സാഹചര്യം ആയിരിക്കത്തില്ല.
കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ഈ മഴ പെയ്ത് കിടക്കുന്നിടത്തോ സൂക്ഷിച്ചു പോണം, പതുക്കെ വരണം കേട്ടോ. ആ കഥ അടച്ചേര്. അച്ചാച്ചനെ കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയതാ കുഞ്ഞ്. കട്ടാക്കി എന്തോന്നു ഇല്ല ഉണ്ട്. അച്ചാച്ചിയെ ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയെന്ന് പറ. അവിടെ നിന്നാണോ മേടിക്കും? അതെന്തോ സാമ്പാറിന്റെ ഇതെന്തോ അതെന്തോ ചേച്ചി കട കപ്പലണ്ടിയോ വല്ലോ ആയിരിക്കും. എൻ്റെ പ്രിയങ്ങളെ, ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഇനി ഒന്ന് കിടക്കാൻ പോകും. ഞാനൊന്ന് കിടന്നു. എൻ്റെ കൂടെ കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്ന് മോനിക്കുട്ടൻ TV കണ്ടു. അത് കഴിഞ്ഞപ്പം സൈക്കിളും കൊണ്ട് പോവാന്ന് പറഞ്ഞു. അപ്പോൾ ഭയങ്കര മഴയായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു മഴ പെയ്ത് കിടക്കും, ഇപ്പോൾ പോവണ്ടെന്ന് പറഞ്ഞു. അന്നേരം അമ്മ വിളിച്ചു. അമ്മ കഞ്ഞിയൊക്കെ വെച്ചു. അപ്പോൾ കഞ്ഞി കുടിക്കാൻ പോവാന്നും പറഞ്ഞുകൊണ്ട് ഇവിടുന്ന് സൈക്കിളും എടുത്തുകൊണ്ട് പോയി. എൻ്റെ പ്രിയങ്ങളെ, ഞാൻ അവിടെ കിടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. വീഡിയോ എഡിറ്റ് ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ ഉണർന്നു. പിന്നെ വിചാരിച്ചു 3:30 ആകുമ്പോൾ എഴുന്നേക്കാവുന്നേ. അപ്പം വീണ്ടും കുറച്ച് നേരം കൂടെ കിടന്നു. അപ്പോഴത്തേക്ക് എന്നെ ആരോ ഫോൺ വിളിച്ച് ഞാനവിടെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ അമ്മയുടെ ഫോണിൽ നിന്ന് തുരൂരാന്ന് കോള് വന്നു. ഞാൻ വിചാരിച്ചു ഈ മോനിക്കുട്ടൻ അങ്ങനാണ്, വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവനാന്ന് വിചാരിച്ചു. പക്ഷെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പോൾ അമ്മ ഭയങ്കര കരച്ചിൽ. ഇവനെ സൈക്കിളും കൊണ്ട് വന്ന് സൈക്കിളിൻ്റെ ചെയിൻ ഏതാണ്ട് തെന്നി മാറി ഇവൻ വീണിട്ട് എന്തുവാ കൂട്ടുകാരനുണ്ടായിരുന്നു കൂടെ, കേശു ചെന്ന് അമ്മയോട് പറഞ്ഞു മോനിക്കുട്ടൻ അവിടെ വീണെന്ന്. അമ്മയെ നോക്കിയപ്പോൾ റോഡിൽ കിടക്കുക. അമ്മയ്ക്ക് അത് കണ്ടപ്പോൾ വെപ്രാളം കയറിയിട്ട് അമ്മ അവിടെ ചെന്ന് നോക്കി. അതിലെ പോയ ആരാണ്ട് ചെന്ന് ഇവനെ പിടിച്ച് പൊക്കിയപ്പോഴത്തേക്ക് ഭയങ്കര കരച്ചിൽ, ഇവന് നിൽക്കാൻ വയ്യ. ഗോപികയുടെ ഹസ്ബൻഡും കൂടെ വന്ന് മോനിക്കുട്ടനെ പിടിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി ഇരുത്തി. ഞാൻ ഇവിടുന്ന് ചെന്നപ്പം കാല് താഴെ കുത്തത്തിൽ ഭയങ്കര കരച്ചിൽ. പിന്നെ ഡോക്ടറുടെ ഒക്കെ കൊണ്ടുപോയി, കാഷ്വാലിറ്റിയിലായിരുന്നു. അവിടെ കൊണ്ടുപോയി എക്സ്റേ ഒക്കെ എടുത്തു. എക്സ്റേ എടുത്തിട്ട് പൊട്ടലൊന്നുമില്ല. കുറവില്ലെങ്കിൽ ഓർത്തോയെ കാണിക്കാൻ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. ഞാൻ ഇന്നത്തെ ദിവസം കഴിച്ചെന്ന് പറയും 2 ഇഡലി, അവിടുന്ന് കഴിച്ച സാമ്പാർ, പള്ളിയിൽ നിന്ന് കഴിച്ച ഫുഡാണ്. ഞാൻ ചോറൊക്കെ വാർത്തിട്ടുകൊണ്ട് നിന്ന് ഫോൺ വിളിച്ചപ്പോഴാണ് ഇതുപോലെ കേട്ടത്. ഞാനത് എല്ലാം അവിടെ വെച്ചിട്ട് എനിക്ക് നല്ല തലവേദനയുണ്ട് പ്രിയങ്ങളെ. പിന്നെ ഇച്ചിരി ചോറ് ഇരിപ്പുണ്ട്. അമ്മ ഞങ്ങളുടെ കൂടെ ഇങ്ങോട്ട് വന്നു. കുഞ്ഞോയും കൂക്കും മാവനും ഞങ്ങളെല്ലാവരുടെ ആശുപത്രിയിൽ പോയത്. ഭയങ്കര മഴയായിരുന്നു, പെരുമഴ. വീൽ ചെയറിൽ ഇരുത്തിയാണ് എക്സ്റേ എടുക്കുന്നിടത്തോട്ടൊക്കെ കൊണ്ടുപോയത്. ഒട്ടും നടക്കാൻ വയ്യ. എങ്ങനെ കൊണ്ടുപോകും? തോളലിട്ട് എങ്ങനെ കൊണ്ടുപോകും അവനെ? എന്തായാലും ഇത്ര നേരം കൊണ്ട് പകുതി ജീവൻ പോയി പ്രിയങ്ങളെ. എനിക്ക് ഒരു സ്വസ്ഥതയില്ല. അപ്പോൾ ക്രേപ്പ് ബാൻഡേജ് ഇവിടെ ഇരിപ്പുണ്ട്, അതൊന്നും ചുറ്റാം. ഡോക്ടർ പറഞ്ഞു പൊട്ടലും ഒന്നുമില്ല. പിന്നെ ലിഗമെന്റ് വല്ലതും എന്തേലും ഫ്രാക്ചർ ആയെങ്കിൽ വേദന വരും. ക്രേപ്പ് ബാൻഡേജ് ചുറ്റിയിട്ട് വേദനയുടെ ഗുളികയും കഴിക്കാൻ പറഞ്ഞു. എനിക്കറിയത്തില്ല, ഞാനിവിടെ ഭയങ്കര മഴയായിരുന്നു. കഞ്ഞി കുടിച്ചിട്ട് വരാമെന്നും പറഞ്ഞുകൊണ്ട് സൈക്കിളും എടുത്തോണ്ട് പോയതാ. സൈക്കിളും കൊണ്ട് തിരിച്ചു കൊണ്ടാന്ന് ഞാൻ അവനോട് പറഞ്ഞാ, മഴയായോണ്ട്. എന്നിട്ട് അവൻ പോയി. അവൻ എന്നോട് പറഞ്ഞു
സൈക്കിളിൻ്റെ ചെയിന് സ്ലിപ്പായി പോയെന്ന് പറഞ്ഞു. സുധീഷിനോട് ഞാൻ പറഞ്ഞു ഞങ്ങൾ ആശുപത്രിയിലോട്ട് പോകും, ആ സുധീഷ് ആ സൈക്കിൾ എടുത്ത് ഇങ്ങ് കൊണ്ട് വെക്കണേന്ന് പറഞ്ഞു. അവൻ എന്നോട് പറഞ്ഞു സൈക്കിളിന് ഒരു കുഴപ്പമില്ല, ചെയിൻ സ്ലിപ്പായത്, അത് ഭയങ്കര സ്പീഡിൽ ചവിട്ടിയിട്ടാന്ന് പറഞ്ഞു. ആ എന്തുവായാലും കൊള്ളാം, എൻ്റെ സമാധാനം പോയാൽ മതിയല്ലോ. അതല്ല, വീണ് ഇവന് എഴുന്നേക്കാൻ വയ്യായിരുന്നു, അത് കണ്ടപ്പോൾ അമ്മമ്മ പേടിച്ചു പോയി. ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞ ആശുപത്രി പോകാന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോൾ ഭയങ്കര പേടിയാ. എനിക്ക് പേടിയാ, എൻ്റെ കാല് മുറിച്ച് കളയുമോ. ആ അതവന് പേടി. ഉച്ചയ്ക്ക് ചോറുണ്ണാൻ മുട്ട വറക്കാൻ എടുത്ത് വെച്ചത്, ഇപ്പൊ വറച്ച് ചോറുണ്ടാൻ വിശക്കുന്നു. കടുമാങ്ങയും മുട്ടയും ഉള്ളിയൊന്നും ചേർത്തില്ലെന്ന്. മോരുകറി ഉണ്ടായിരുന്നു, അതും എടുത്തിട്ടുണ്ട്. മോനുകുട്ടന് മുട്ട വറുത്ത് വേണ്ട, പുഴുങ്ങി മതി എന്ന് പറഞ്ഞു. മുട്ട പുഴുങ്ങിയതും കടുമാങ്ങയും മോരും ചോറും അവിടെ ഇരുന്ന് കഴിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങളായിരുന്നു. നാളെ കാണാം പ്രിയങ്ങളെ. എല്ലാവരോടും സ്നേഹം കേട്ടോ. ടാറ്റാ, ഓക്കെ, ബായ്. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.